അപ്പോൾ ഇന്ന് ബാംഗ്ലൂരിലെ 5ാമത്തെ ദിവസമാണ്. അപ്പോൾ 5ാമത്തെ ദിവസം എന്താ പരിപാടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങളിന്ന് രാവിലെ തന്നെ വെക്കേറ്റ് ചെയ്യണം. അപ്പോൾ രാവിലെ എന്തുകൊണ്ട് വെക്കേറ്റ് ചെയ്യുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇന്ന് ഞങ്ങളുടെ പോസ്റ്റ് മീറ്റിംഗ് ആണ്. പോസ്റ്റ് മീറ്റിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കഴിഞ്ഞ 3 ദിവസത്തെ പരിപാടിയെക്കുറിച്ചുള്ള ഒരു അനലൈസ്, അതാണ് ഈ പോസ്റ്റ് മീറ്റിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് രാവിലെ ഞങ്ങൾ ഇറങ്ങി. അപ്പോൾ മോർണിംഗ് എല്ലാം ഞങ്ങളുടെ ലഗേജ് കാര്യങ്ങളെല്ലാം ബാക്കി എല്ലാ റൂമും വെക്കേറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ ഒരു റൂമിൽ മാത്രം കൊണ്ട് ഹോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം ഞാനും സുഗുണയും ആനന്ദവും കൂടി നേരെ അവിടെ നിന്ന് റിസപ്ഷനിലോട്ട് വന്നു. സാറും മാഡവും രാവിലെ വെക്കേറ്റ് ചെയ്തു. ബിക്കോസ് അവർക്ക് രാവിലെ ഡൽഹിയിലായിരുന്നു മീറ്റിംഗ്. അപ്പോൾ അവർ നേരെ അങ്ങ് പോയി. മാഡം തിരിച്ച് നാട്ടിലോട്ട് ഫ്ലൈറ്റിലാണ് പോയത്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് മീറ്റിംഗ് ഇന്നിപ്പോൾ പ്ലാൻ ചെയ്ത് വെച്ചിരിക്കുന്നത് കബൻ പാർക്കിലാണ്, ബാംഗ്ലൂർ. അപ്പോൾ എല്ലാവരും ഇറങ്ങി നിൽക്കുവാണ് പോകാൻ വേണ്ടി. ഇതിനിടയ്ക്ക് 4-5 സെൽഫിയൊക്കെ എടുത്തു. അപ്പോൾ 5 ദിവസം ഞങ്ങൾ പോകുന്നതിൻ്റെ ഒരു വിഷമവും സങ്കടവും എല്ലാം ഉണ്ട്. കാരണം ഇനിയിപ്പോൾ നമ്മൾ നമ്മുടേതായ ജോലിയുടെ കാര്യമായിട്ട് ബന്ധപ്പെട്ടിട്ടാണല്ലോ പോകുന്നത് തിരിച്ച് നാട്ടിലോട്ട്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ഒരു സങ്കടം. പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഒരു ഓട്ടോ പിടിച്ച് ഞാനും ആനന്ദവും സുഗുണയും കൂടിയിട്ട് നേരെ കബൻ പാർക്കിലോട്ട് പോയി. ഞങ്ങളാണ് അവിടെ ആദ്യം വന്നത്. എല്ലാവരും ഓരോരോ സ്റ്റെപ്പ് വരും, അവരുടെ ഗൂഗിൾ മാപ്പ് ഇടും. അവസാനം മാഡവും, ഞങ്ങൾക്ക് ഇതിന് മുകളിലൊരു മാഡം ഉണ്ട് കേട്ടോ, ആ മാഡവും സാറുമാണ് ഈ പോസ്റ്റ് മീറ്റിംഗ് കണ്ടക്ട് ചെയ്തിരിക്കുന്നത്. ഏകദേശം ഞങ്ങളുടെ ഒരു ഗ്രൂപ്പിൽ തന്നെ 90 പേരുണ്ടായിരുന്നു. ഞങ്ങൾ വന്ന ട്രെയിനിൽ ഫുള്ള് ഞങ്ങളുടെ മീറ്റിംഗ് അറ്റൻഡ് ചെയ്യാൻ വന്ന ആൾക്കാരായിരുന്നു. അതെനിക്കൊരു ഭയങ്കര ഒരു അത്ഭുതമായിട്ട് ഉള്ള ഒരു കാര്യം തന്നെയാണ്. കാരണം എല്ലാ ബോഗികളിലും എവിടെ പോയാലും ഞങ്ങൾക്ക് അറിയാവുന്ന ആൾക്കാർ മാത്രമായിരുന്നു. പിന്നെ ഞാൻ അവിടെ പോയി നിന്ന് റീൽസ് എടുക്കാൻ വേണ്ടി 5-6 വീഡിയോ ഒക്കെ എടുത്തു. ഒത്തിരി മറ്റേ പ്രണയവർണ്ണങ്ങളിലെ പാട്ടൊക്കെ ഇട്ട് ചെയ്യണമെന്നൊക്കെ കാൽക്കുലേറ്റ് ചെയ്ത് കുറേ വീഡിയോസൊക്കെ എടുത്തതാണ്. എൻ്റെ ഒരു നൊസ്റ്റാൾജിക്കൊക്കെ ഫീൽ ചെയ്ത്. കാരണം നമ്മുടെ ചെറിയ കാലമൊന്നും ഇനി നമുക്ക് തിരിച്ച് കിട്ടത്തില്ലല്ലോ. അങ്ങനെ കബൻ പാർക്കിലൊക്കെ ഏകദേശം ഒരു സൈഡിൽ നിന്ന് ഞങ്ങൾ നടന്ന് എല്ലാം നോക്കാൻ തുടങ്ങി. അപ്പോൾ രാവിലെ ആയതുകൊണ്ട് വലിയ ആൾക്കാർ തിരക്കൊന്നും നമ്മൾ കണ്ടില്ല. പിന്നെ അത് നോക്കിയപ്പോൾ കുറേ വാക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്ന ആൾക്കാർ, ഈ വാക്ക് ചെയ്യാൻ വരുന്ന ആൾക്കാരുടെ കയ്യിലൊക്കെ 1-2 പട്ടികളൊക്കെ ഉണ്ടായിരുന്നു. എല്ലാം നല്ല എണ്ണം പട്ടികളായിരുന്നു. പിന്നെ അതൊക്കെ നോക്കി വായൊക്കെ നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ആനന്ദമാണെങ്കിൽ പട്ടിയുടെ പുറകെ ഇങ്ങനെ നോക്കിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു, എന്താ പോകുന്നതെന്ന് നോക്കിയിട്ടൊക്കെ. അപ്പോൾ ഞാനും തമാശയ്ക്ക് കളിയാക്കിയൊക്കെ പറഞ്ഞു. പിന്നെ അപ്പന്മാർ നടക്കുന്നുണ്ടായിരുന്നു. കപ്പിൾസൊക്കെ ഇഷ്ടംപോലെ ഉണ്ട് കേട്ടോ. കപ്പിൾസിനൊക്കെ ഇരുന്ന് സൊല്ലാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷേ ഗ്രൂപ്പായിട്ട് മാത്രം വന്നിരുന്ന് നമുക്ക് മീറ്റിംഗ് ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് മനസ്സിലായി. കാരണം മീറ്റിംഗ് അറ്റൻഡ് ചെയ്ത് അവിടെ എന്താ വയലേഷനാണ്. കാരണം 144 പോലെയാണ് അവിടുത്തെ രീതി എന്ന് പറയുന്നത്. ഞങ്ങളെ സെക്യൂരിറ്റി വന്നിട്ട് ഒപ്പമായിട്ട് ഓരോ സ്ഥലത്തോട്ട് മാറ്റും. എനിക്കാണെങ്കിൽ ഒരു സ്ഥലത്ത്